ഇവിടെ ഇന്നിപ്പോ സഖാവ് ഇത് പറയുമ്പോ അവിടെ നമ്മൾ കാണുന്നത് സഖാവ് പറഞ്ഞ എന്തോ ഒരു സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുമ്പോ അവിടെ ഒരു വലിയൊരു ഒരു ഒമിഷൻ അതിവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? സഖാവിന് അറിയാം ഇവിടെ ഈ പറയുന്ന മദ്രസ പീഡനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ സഖാവ് അപ്പോ അങ്ങനെ നടക്കുന്ന മദ്രസ പീഡനങ്ങളിൽ എത്ര എണ്ണത്തിൽ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലനിന്നു, അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തു എന്നുള്ളത് കൂടി നമ്മൾ ചോദിക്കണം. കാരണം ഇവിടെ സഖാവ് പറയുന്നത് നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയില്ല എന്നുള്ള പരാതിയായിട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയില്ല എന്നത് അറിയുന്നത് പോലെ തന്നെ ഇവിടെ മദ്രസ പീഡനം ഉണ്ടായി എന്നും അറിയാലോ. അപ്പൊ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതിനകത്ത് നടപടി എടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ചോദ്യമാണ് അന്നും ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴും എനിക്കത് കൂടുതൽ ശക്തയുക്തം ചോദിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് സഖാവ് എനിക്കിവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോ ഇപ്പൊ പാലത്തായി കേസായാലും ഇനി വേറെ ഏതെങ്കിലും കേസായാലും മദ്രസ പീഡനമായാലും ഇതിലെല്ലാത്തിലും കൃത്യമായി നിയമം ആക്കപ്പെടണം എന്നതാണ് നമ്മളുടെ ആവശ്യം. പിന്നെ അതിനകത്ത് ശരി തെറ്റുകൾ, അത് കള്ളക്കേസാണ് അല്ലാത്തതാണ്, ഇത് കോടതികളെയാണ് അവിടെ നമ്മൾ അതിനുവേണ്ടി ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്കുള്ള ഒരു വഴിയുള്ളൂ.